മലയാളികൾ വളരെയധികം ഏറ്റെടുത്തൊരു താരമെന്നാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയെക്കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. ഇപ്പോഴിതാ ശ്രീവിദ്യ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നു. വളരെ സീരിയസ് ആയി സംസാരിച്ചു തുടങ്ങുന്ന ഈ വീഡിയോയുടെ ഉള്ളടക്കമാണ് എല്ലാവരെയും ഇപ്പോൾ ആ വീഡിയോയിലേക്ക് ആകർഷിക്കുന്നത്. നാട്ടിലെ ഉത്സവത്തിന് പോയപ്പോൾ തനിക്ക് സംഭവിച്ച ഒരു അബദ്ധത്തെക്കുറിച്ചാണ് നടി വെളിപ്പെടുത്തുന്നത്. നടി ഇപ്പോൾ പറയുന്നത്, പിണറായി വിജയൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇനി ഒന്നും ഞാൻ അനുസരിക്കില്ല എന്നതാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഒട്ടാകെ തന്നെ കടുത്ത ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ആവശ്യത്തിനുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും എടുക്കണമെന്ന്, കൂളിംഗ് ഗ്ലാസുകൾ വയ്ക്കണമെന്ന്, സൺഗ്ലാസുകൾ അതുപോലെ ഉപയോഗത്തിന് എടുക്കണമെന്നും, ഷോളുകൾ ഉപയോഗിക്കണമെന്നും സൺസ്ക്രീൻ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെ അദ്ദേഹത്തിനെ അനുസരിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സൺഗ്ലാസ് എടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എൻ്റെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയത്. നട്ടുച്ചയ്ക്ക് അവരെല്ലാവരും അവിടെ വച്ചിരിക്കുന്ന ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഞാൻ സൺഗ്ലാസ് എടുത്ത് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ആൾക്കാരെല്ലാം എന്നെ മോശമായി പറഞ്ഞുവെന്നും എന്തിനാണ് എന്നെ ഇങ്ങനെ പറയിപ്പിച്ചതെന്നുമാണ് ഇപ്പോൾ തമാശ രൂപേണ ശ്രീവിദ്യ ചോദിക്കുന്നത്. അവിടെയുള്ളവരെല്ലാം ചോദിച്ചത്, അവൾക്ക് എന്തുമാകാലോ, അവൾ സീരിയലിലൊക്കെ അഭിനയിച്ചപ്പോൾ അവൾ മമ്മൂട്ടി എന്നാണ് വിചാരം, അവൾക്കെന്താ എന്തും ഇപ്പോൾ ആകാമെന്നുള്ള കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും എത്തുന്നതെന്ന് ശ്രീവിദ്യ വെളിപ്പെടുത്തുന്നുണ്ട്. പോയപ്പോൾ ആർക്ക് പോയി? കുഞ്ഞമ്പുനാരുടെ മോൾക്ക് പോയി. കുഞ്ഞമ്പുനാരുടെ മോൾക്ക് എന്തുമാകാമല്ലോ. കുഞ്ഞമ്പുനാരുടെ മോളാണ് അവളിപ്പോൾ പണ്ടൊക്കെ ഇവിടെ ചുമ്മാ നടന്ന പെണ്ണാണ്, ഇപ്പോൾ വലിയ ആളായിപ്പോയി. കൂളിംഗ് ഗ്ലാസ് വെച്ച് മാത്രമേ പുറത്തിറങ്ങൂ. അങ്ങനൊരു അവസ്ഥയായി. എന്തൊക്കെ കാണണമല്ലേ. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ എന്നെക്കുറിച്ച് പറഞ്ഞത്. എന്തൊക്കെയാണ് നാട്ടിലിപ്പോൾ സംസാരമെന്നറിയോ? നിങ്ങൾക്കൊട്ടും അറിയില്ല. CM പറഞ്ഞില്ലല്ലോ പൂരത്തിന് പോകുമ്പോൾ വച്ചുകൂടാ എന്ന്. അങ്ങനെ എടുത്തു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വയ്ക്കില്ലായിരുന്നു. എന്നാൽ കൂളിംഗ് ഗ്ലാസ് വയ്ക്കേണ്ട സ്ഥലത്തെക്കുറിച്ചും പറയാത്തതെന്താണ്? ഇപ്പോൾ ആർക്ക് നഷ്ടമായി? കുഞ്ഞമ്പുനായുടെ മോൾക്ക് നഷ്ടമായി. കൂളിംഗ് ഗ്ലാസ് വെച്ച് പോയപ്പോൾ ഞാനെന്തോ അവാർഡ് കിട്ടിയ വലിയ സ്റ്റേറ്റ് നടിയാണെന്നുള്ള വിചാരമാണെന്നും അഹങ്കാരത്തിലാണ് ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചതെന്നും പറഞ്ഞു. ഞാൻ വളരെയധികം ശാന്തയോടെയാണ് നിന്നത്. അതുമാത്രമല്ല, ആ കൂളിംഗ് ഗ്ലാസ് വെച്ചതുകൊണ്ട് തന്നെ വെയിലിൽ നിന്ന് രക്ഷ നേടാനും എനിക്ക് ഉത്സവം നല്ല ക്രമേണമായി കാണാനും സാധിച്ചു. അതിന് ഞാൻ നന്ദി പറയണമല്ലോ. പക്ഷേ ഇത്തരത്തിൽ ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? എന്നെക്കുറിച്ച് പറഞ്ഞവരെന്നെ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് വളരെ തമാശ രൂപേണയാണ് ഇപ്പോൾ ശ്രീവിദ്യ മുല്ലശ്ശേരി ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. വളരെ രസകരമായ ഒരു പോസ്റ്റായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ശ്രീവിദ്യ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളും ശ്രീവിദ്യയെ കണ്ടിരുന്നു. ജാടയായിട്ടൊന്നും തോന്നിയില്ല. ശ്രീവിദ്യ അവരുടെ എല്ലാവരോടും സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. അങ്ങനെ പറയാനുള്ളവരൊക്കെ പറയട്ടെ. ഇനിയും കൂളിംഗ് ഗ്ലാസ് വയ്ക്കണം, ഇനിയും ക്ഷേത്രത്തിൽ എത്തണം. ഞങ്ങളെല്ലാവരും കാത്തിരിക്കും. നാട്ടിലെ ഉത്സവത്തിനൊരു ഭംഗി തന്നെയാണ്. അതും ഈ വെയിലത്ത് വരാൻ കാണിച്ച മനസ്സാണ് അവിടെ കാണേണ്ടത്. അല്ലാതെ അവിടെ ജാട കാണിക്കാൻ വന്നു എന്നല്ല കരുതേണ്ടത്. പറയേണ്ടവർക്ക് എന്തും പറയാമല്ലോ. അവരാ അവസ്ഥയിൽ നിൽക്കുമ്പോഴല്ലേ അവരുടെ ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കൂ. പ്രേക്ഷകരെല്ലാവരും പറയുന്നതും ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. പ്രേക്ഷകരും ഇത് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.